ഈ പെൺകുട്ടി 99ാമത്തെ പ്രാവശ്യമാണ് തൻ്റെ വിവാഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. പക്ഷേ എല്ലാ പ്രാവശ്യവും വീട്ടിലെ ജോലിക്കാരൻ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്രാവശ്യവും പതിവ് പോലെ തന്നെ വീട്ടിലെ ജോലിക്കാരൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങിയായിരുന്നു. എന്നാൽ ഈ സമയം പെൺകുട്ടി ഒരു ചെറിയ വഴി കാണുകയും അതിലൂടെ സൈക്കിൾ ഓടിച്ചു പോവുകയും ചെയ്യുന്നു. ജോലിക്കാരന് അവൾ പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പെൺകുട്ടി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തുകയും മാരേജ് അഗ്രിമെന്റ് കീറിക്കളയുകയും ചെയ്യുന്നു. അവൾ ഒരു ജോലി കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ഒരു കമ്പനി ഇന്റർവ്യൂക്കായി സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായി പോകുന്നു. എന്നാൽ CEO കാണുന്ന അവൾ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. തലേദിവസം ആവട്ടെ പെൺകുട്ടി അവളുടെ കൂട്ടുകാരിയെ സഹായിക്കാനായി ബോയ് ഫ്രണ്ടിന്റെ കാറ് വൃത്തികേടാക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഫ്രണ്ട് വിളിച്ചിട്ട് അതല്ല കാറെന്ന് പറയുന്നു. താൻ തെറ്റിദ്ധരിച്ച് മറ്റൊരു വ്യക്തിയുടെ കാറാണ് വൃത്തികേടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ കാറ് പെൺകുട്ടി ഇപ്പോൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന CEOയുടെ കാറായിരുന്നു. പോകാൻ തുടങ്ങിയ സമയത്ത് തന്നെ പെൺകുട്ടിയെ CEO പിടികൂടുന്നു. അവൾ ക്ഷമാപണം നടത്തിയെങ്കിലും കാർ വൃത്തിയാക്കി തരണമെന്ന് CEO അവളോട് ആവശ്യപ്പെടുന്നു. വേറെ വഴിയില്ലാതെ പെൺകുട്ടി ആവട്ടെ കാറ് വൃത്തിയാക്കുന്നു. ഈ സമയം പെൺകുട്ടി തുമ്മുന്നു. അങ്ങനെ ആ മാവെല്ലാം CEOയുടെ പുറത്തേക്കാവുന്നു. ഇപ്പോൾ തനിക്ക് അടി കിട്ടുമെന്ന രീതിയിൽ പെൺകുട്ടി കണ്ണുമടച്ച് മുഖമുയർത്തി CEOയുടെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. പെൺകുട്ടിയോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്ന CEO ആവട്ടെ അവളെ കുറ്റപ്പെടുത്തുന്നില്ല. പെൺകുട്ടി തന്റെ കയ്യിലുള്ള ഫയൽ ഉപയോഗിച്ച് മുഖം മറച്ചെങ്കിലും യുവാവ് അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് CEOയോട് പറയുന്നു സെക്രട്ടറി പൊസിഷന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് പെൺകുട്ടി ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഇത് കേട്ട CEO ആവട്ടെ ഇന്റർവ്യൂവിന്റെ ആവശ്യമൊന്നുമില്ല, നാളെ മുതൽ പെൺകുട്ടി തന്റെ സെക്രട്ടറിയായി ജോയിൻ ചെയ്തോളാൻ പറയുന്നു. രാവിലെ തന്നെ പെൺകുട്ടി ജോലിക്കായി വരുന്നു. എന്നാൽ തന്റെ ബോസ് എത്രത്തോളം സീരിയസ് ആണെന്ന് കണ്ട് പെൺകുട്ടിക്ക് അയാളെ നോക്കാൻ തന്നെ പേടിയാവുന്നു.